ബാലേൻ ഷാ എന്ന പേരിൽ പ്രശസ്തനായ ബാലേന്ദ്ര ഷാ 2026 മാർച്ചിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേടിയ വൻ വിജയത്തെ തുടർന്നാണ് നേപ്പാളിന്റെ 43ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരികളിൽ ഒരാളായ 35-കാരനായ ബാലേൻ ഷാ മുൻ റാപ്പറും സ്ട്രക്ചറൽ എഞ്ചിനീയറും കാഠ്മണ്ഡു നഗരത്തിന്റെ മുൻ മേയർ കൂടിയുമാണ്. നേപ്പാളിലെ പരമ്പരാഗത രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ യുവതലമുറ നയിച്ച വൻ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. അധികാരമേറ്റ ശേഷമുള്ള തന്റെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയായിരുന്നു അതിർത്തി വിഷയത്തിൽ അദ്ദേഹം ഈ വിവാദ പരാമർശം നടത്തിയത്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ 1751 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തോട് ചേർന്നു കിടക്കുന്ന കാലാപാനി, ലിപുലേഖ് പാസ്, ലിംപിയാധുര എന്നീ പ്രദേശങ്ങളെ ചൊല്ലിയാണ് പ്രധാന തർക്കങ്ങൾ നിലനിൽക്കുന്നത്. നേപ്പാളും ഇന്ത്യയും പരമാധികാരം അവകാശപ്പെടുന്ന കാലാപാനി മേഖലയെക്കുറിച്ച് ഒരു നിയമസഭാംഗം പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഷാ. നിങ്ങൾക്കിത് വിചിത്രമായി തോന്നാം, പക്ഷേ പ്രധാനമന്ത്രിയായ ശേഷം എനിക്കും അടുത്തിടെയാണ് മനസ്സിലായത്. ഇന്ത്യ മാത്രമല്ല, നേപ്പാളും പല സ്ഥലങ്ങളിലും ഇന്ത്യൻ പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ടെന്നായിരുന്നു പരാമർശം.